ഞാൻ രസകരമായ ഒരു കഥ കേട്ടു. പ്രൈസ് ദി ലോർഡ്. ആ കഥ ഇങ്ങനെയാണ്. ഒരു ചെറുപ്പക്കാരൻ രാവിലെ 9 മണിക്ക് ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി 9 മണിയുടെ ട്രെയിനിന് പോകാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് അദ്ദേഹം ഓടി നടന്ന് ക്ഷീണിച്ചു വരുമ്പം താൻ കണ്ടു, താൻ പോകേണ്ട ട്രെയിൻ റെയിൽവേ ട്രാക്കിൽ നിൽക്കുന്നു. തനിക്ക് മനസ്സിലായി, അല്പ സെക്കൻഡുകൾക്കുള്ളിൽ ഈ ട്രെയിൻ പോകും. പ്രൈസ് ദി ലോർഡ്. ഒരു കാരണവശാലും അത് കിട്ടാൻ പോകുന്നില്ല. പെട്ടെന്ന് തനിക്കറിയില്ല, എവിടുന്നോ ഒരു പട്ടി നായ കുരച്ചു കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നായയെ കണ്ട് പേടിച്ച് ഈ ചെറുപ്പക്കാരൻ ഓടി. ഒന്നാമത് തളർന്നാ വന്നേ, പക്ഷെ രക്ഷപ്പെടാൻ വേണ്ടി ഓടിയത് കൊണ്ട് പാസ്റ്ററെ ട്രെയിൻ കിട്ടി. ട്രെയിനിൽ ചാടി കയറി ഒരു കൈ കൊണ്ട് ട്രെയിനെ പിടിച്ചിട്ട് ചെറുപ്പക്കാരൻ പറഞ്ഞെന്നാ പറയുന്നേ, നായെ, നീ കുരച്ചതിനും എന്നെ ഓടിച്ചതിനും സന്തോഷം. നീ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ട്രെയിൻ കിട്ടില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. ചിലതൊക്കെ കുരയ്ക്കുന്നത് കൊണ്ട് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച ചിലതൊക്കെ നമ്മുടെ കരങ്ങളിൽ കിട്ടും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എല്ലാ ശുശ്രൂഷകന്മാരും ദൈവദാസന്മാരും ഉറപ്പിച്ചോണം, നിനക്ക് ചുറ്റും ചില പ്രതിസന്ധികൾ കുരയ്ക്കുന്നുണ്ടെങ്കിൽ നീ അതിൽ ശ്രദ്ധിക്കണ്ട. നിന്റെ ഓട്ടത്തിന് വേണ്ടി നീ റെഡിയാകുക. ദൈവം നിനക്ക് വേണ്ടി വലിയ വഴികൾ തുറക്കുകയാണ്. കരമടിച്ച് ആമേൻ പറഞ്ഞാട്ടെ.